അതെ, രണ്ട് ഭാഗത്തും ഉണ്ടായിട്ടല്ല. അടിയൊഴുക്കുണ്ടല്ലോ. അല്ലെങ്കിൽ ഇങ്ങനെ BJP ഒട്ടും പ്രതീക്ഷയില്ലാതെ സ്ഥാനാർത്ഥി പോലും മര്യാദയ്ക്ക് വർക്ക് ചെയ്യാത്തൊരു സ്ഥലത്ത് എങ്ങനെ 75,000 വോട്ടിന് ജയിച്ചു? കലാശക്കൊട്ടിൻ്റെ സമയത്ത് കലാശക്കൊട്ടിലേക്ക് വേണ്ടി എല്ലാവരും മാറ്റിവെച്ചു. കലാശക്കൊട്ട് ഒട്ടും മോശമായിട്ടില്ലല്ലോ. പക്ഷെ അതുകൊണ്ട് രാവിലെ ഞാൻ വെറുതെ ഒരു പൈലറ്റിനെയും വെച്ചിട്ടല്ല പോകേണ്ടത്. അത്രയും സമയം തൃശ്ശൂർ ടൗണിൽ തന്നെ പലയിടത്തും നേരിട്ട് വോട്ടർമാരെ കാണാൻ സമയം മാറ്റിവെച്ചു. അല്ല, അതിൻ്റെ മെച്ചമുണ്ട്. അതുകൊണ്ടാണ് 2ാം സ്ഥാനത്ത് വന്നല്ലോ. അതിൽ 2ാം സ്ഥാനത്ത് വന്നതിൽ കുറേ അധ്വാനം തേറമ്പിൽ രാമകൃഷ്ണൻ കുറേ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ താല്പര്യം എടുത്തുകൊണ്ടാണ് തൃശ്ശൂരെങ്കിലും 2ാം സ്ഥാനത്ത് വന്നത്. ഇരിഞ്ഞാലക്കുടയും 2ാം സ്ഥാനത്ത് വന്നിട്ടുണ്ട്. ഗുരുവായൂർ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ എല്ലാ നേതാക്കന്മാരും എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ വന്നു. വാണക്കാട് സാദിഖ് അലി തങ്ങൾ മുതൽ കുഞ്ഞാലിക്കുട്ടി സാഹിബും മുതൽ KM ഷാജി വരെ എല്ലാ നേതാക്കന്മാരും എനിക്ക് വേണ്ടി പ്രചരണം നടത്തി. അതിൽ മഹാഭൂരിപക്ഷം ഗുരുവായൂരാണ് വന്നത്. അതിൻ്റെ മെച്ചം ഗുരുവായൂർ 1ാം സ്ഥാനം കിട്ടി. ഇനി ഞാൻ പോകുന്നില്ല. കാരണം ആരെയും കുറ്റം പറയാൻ ഞാനില്ല. എന്തിനാ വെറുതെ നമ്മളെ ഇലക്ഷനിൽ തോറ്റു എന്ന് വിചാരിച്ചിട്ട് എല്ലാ നേതാക്കന്മാരും ഇത്രയും കാലം പാർട്ടിയിൽ നിന്നല്ല എത്ര ആനുകൂല്യം കിട്ടിയത്. 4 തവണ ജനങ്ങൾ തിരഞ്ഞെടുത്ത MP ആയിട്ട് 2 തവണ MLA ആയിട്ട് ജനങ്ങൾ തിരഞ്ഞെടുത്തു. ഇല്ല, കോൺഗ്രസുകാരുടെ ബന്ധം ഒരിക്കലും ഉപേക്ഷിക്കില്ല. ഞാൻ എന്നും കോൺഗ്രസ്സുകാരനായിരിക്കും. സാധാ പ്രവർത്തനമായിട്ടുണ്ടാവും. തൽക്കാലം ഇനി ഒന്നിലേക്കുമില്ല. ഇല്ല, തൽക്കാലത്തേക്കില്ല. ഇല്ല, ഇനി ഇവിടത്തെ നേതാവാകുന്നില്ല. അല്ലല്ല, ഈ ചിലർക്ക് ചില സ്ഥലങ്ങളിൽ രാശിയില്ല. ജനിച്ച സ്ഥലത്ത് എനിക്ക് രാശിയില്ല. അതിനാരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്തിനാ വെറുതെ കണകുണാദിങ്ങനെ പറഞ്ഞിട്ട് കാര്യം എന്താ? തോറ്റേനല്ല ആരെങ്കിലും ചീത്ത വിളിച്ചാൽ കാര്യമുണ്ടോ? ഇല്ലല്ല, ഞാനായിട്ടൊന്നും പറയുന്നില്ല. ഒന്നാം നല്ല വെയിലത്താണ് പരിപാടി. നിങ്ങൾ പറയുന്ന പോലെ അത്ര മോശമൊന്നും ആയിരുന്നില്ല. ആള് കുറേയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയില്ല. അദ്ദേഹത്തിൻ്റെ നല്ല സ്പീച്ചായിരുന്നു. ഏതാ? അതെ. അത് നടന്നില്ല. അത് നടന്നിട്ടില്ല. അത് നടന്ന് നിങ്ങൾ കണ്ടാണല്ലോ.